welcome back to my channel Faint Maths Classes. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിയൽസിലെ എക്സസൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 8 തേർഡ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. സോ 8th ക്വസ്റ്റ്യൻ ഇതാണ്. ഫാക്ടറൈസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് 27 മൈനസ് 125 a ക്യൂബ് മൈനസ് 135 a പ്ലസ് 225 a സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്? നമ്മൾ ഏത് ഐഡന്റിറ്റിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടുള്ളത്? എങ്ങനെ മനസ്സിലാക്കും നമ്മൾ? അതായത് നമ്മൾ നോക്കിയപ്പോൾ 27 ഒരു ക്യൂബ് നമ്പറാണ്. അതേപോലെ തന്നെ നമ്മുടെ 125ഉം എന്താണ്? ഒരു ക്യൂബ് നമ്പറാണ് അല്ലേ? 5ന്റെ ക്യൂബാണ് 125. എ ക്യൂബ് എന്ന് പറയുമ്പോൾ എയുടെ ക്യൂബാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് നമ്പേഴ്സും ക്യൂബ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഓർത്തോണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് ഐഡന്റിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ഐഡന്റിറ്റി ആയിരിക്കും. അപ്പൊ ഇവിടെ ഇതിൽ രണ്ടിലും ഏതാണെന്ന് എങ്ങനെയാ നമ്മൾ അറിയാ? മൈനസ് സൈൻ കാണുമ്പോൾ കണ്ടോ, അതേ ഇവിടെയും മൈനസ് സൈൻ ആണ്, ലാസ്റ്റ് കൊണ്ടുവന്ന് പ്ലസ് സൈൻ, അങ്ങനെ ഉള്ളപ്പം വരുന്നത് എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ഐഡന്റിറ്റി ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് 3x സ്ക്വയർ വൈ പ്ലസ് 3xy സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്കിത് ചെയ്യാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് നമ്പറിന്റെ ക്യൂബിലാണ് വരുന്നതെന്നുള്ളത് എടുത്ത് എഴുതുക. 27 എന്ന് പറയുന്നത് 3യുടെ ക്യൂബാണ്, മൈനസ് 125 എന്തിന്റെ ക്യൂബാണ്? 5ന്റെ. എ ക്യൂബ് എന്ന് പറയുമ്പോൾ എയുടെ ക്യൂബാണ്. ഓക്കെ, ഇനി 125 ഏത് നമ്പറിന്റെ ക്യൂബാണെന്ന് അറിഞ്ഞുകൂടാത്തവര് ഇതേപോലെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 125 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമ്മുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 5 5 5 അല്ലേ? അപ്പോൾ 5 × 5 × 5. അപ്പോൾ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 3 5സിൽ നിന്നും ഒരു 5 എടുത്തെഴുതുന്നത് ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ക്യൂബ് റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം വെളിയിൽ എടുക്കുമ്പോൾ നമുക്ക് ഈ ക്യൂബ് 125 ഏത് നമ്പറിന്റെ ക്യൂബിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടുള്ളത്? ഇനി ഇത് രണ്ടും നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ഐഡന്റിറ്റിയിൽ എന്താണോ ആ രീതിയിൽ വേണം ബാക്കിയുള്ളത് എഴുതാനായിട്ട്. നിങ്ങൾ ക്വസ്റ്റ്യനിലോട്ട് പിന്നെ നോക്കുകയേ ചെയ്യരുത്. അപ്പോൾ ഐഡന്റിറ്റിയിൽ ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? മൈനസ് സൈൻ ഉണ്ട്, ദെൻ 3 × x സ്ക്വയർ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ബ്രാക്കറ്റിലുള്ളതിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കേണ്ടുള്ളത്, രണ്ടാമത്തെ ബ്രാക്കറ്റിലുള്ളതാണ് നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് എന്താണ്? ഇവിടെ 3 ആണ്, അതിൻ്റെ സ്ക്വയർ. ഈ ബ്രാക്കറ്റിലുള്ളതാണ് എടുക്കേണ്ടത്, അല്ലാതെ 3 ക്യൂബ് എന്നും പറഞ്ഞാൽ ആരെയും എടുക്കരുതേ. അപ്പം ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താ ഉള്ളത്? 5a പ്ലസ് 3 × എക്സ് എന്ന് പറയുന്നത് ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താ ഉള്ളത്? 3, അത് വേണം എടുക്കാനായിട്ട്. വൈ എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താ ഉള്ളത്? 5a, അതിൻ്റെ എന്ത് കാണണം? സ്ക്വയർ. അപ്പോൾ ഇതേപോലെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്ത് വേണം നമ്മൾ എഴുതാനായിട്ട്. ആരും തന്നെ ഇതുപോലെ എഴുതി വെക്കരുത്, ഇത് തെറ്റാണ്, ഇങ്ങനെ വേണം എഴുതാൻ. ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്? ഇനി നേരെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കരുത്, കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതേ നോക്കിക്കേ, 3ന്റെ ക്യൂബ് എന്താ? 27. 5a ക്യൂബ് എന്ന് വെച്ചാൽ എന്താ ആൻസർ? 125 a ക്യൂബ്. ഇത് ഇതേ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 135 a ആണ് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത്? ഈ ഒരു ഷോർട്ട് ഫോമിലോട്ട് മാറ്റി എഴുതുകയാണ് ചെയ്യേണ്ടുള്ളത്. എന്തിലോട്ട്? എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബിലോട്ട്. അപ്പോൾ എക്സിന്റെ പ്ലേസ് 3 ആണ്, മൈനസ് വൈയുടെ പ്ലേസിൽ എന്താ ഉള്ളത്? 5a. എന്നിട്ട് എന്ത് കൊടുക്കണം? ദ ഹോൾ ക്യൂബ്. ഓക്കെ, ഇസ് ഈക്വൽ ടു, ഇവിടെ ക്യൂബ് അല്ലേ, ഈ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 3 ടൈംസ് എഴുതണമെന്നുള്ളതാണ്. അതായത് 3 - 5a × 3 - 5a × 3 - 5a. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 64a ക്യൂബ് മൈനസ് 27b ക്യൂബ് മൈനസ് 144a സ്ക്വയർ b പ്ലസ് 108ab സ്ക്വയർ. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ആദ്യത്തെ രണ്ട് നമ്പേഴ്സും എന്താണ്? ക്യൂബ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏത് ഐഡന്റിറ്റി ആണെന്ന് എടുത്ത് എഴുതുക. അപ്പോൾ മൈനസ് സൈൻ ഒക്കെയാണ്, ആദ്യത്തെ രണ്ട് ക്യൂബ് ടേംസ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് 3x സ്ക്വയർ വൈ പ്ലസ് 3xy സ്ക്വയർ. ഈ ഒരു ഐഡന്റിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടുള്ളത്. ഓക്കെ,
അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. എക്സിൻ്റെ അതായത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ ഏത് നമ്പറിന്റെ ക്യൂബിലാണ് വരുന്നതെന്നുള്ളത് എടുത്ത് എഴുതണം. 64 എങ്ങനെ കണ്ടുപിടിക്കും മിസ് നേരത്തെ പറഞ്ഞ എനിക്ക് കണ്ടുപിടിച്ചാൽ മതി. കണ്ടോ, 3 2 then 2 16 2 8 2 4 2 2 2 1. ഓക്കെ, അപ്പം നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 1 2 3 4 5 6 6 ടൂസ് ഉണ്ട് അല്ലേ. 2 2 2 2 2 1 2 3 4 5 6. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ക്യൂബ് റൂട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൽ 3 ടൂസിൽ നിന്ന് ഒരു 2 എടുത്ത് എഴുതണം, അടുത്ത 3 2ൽ നിന്നും ഒരു 2. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 4. അപ്പോൾ എന്തിൻ്റെ ക്യൂബാണ് 64 എന്ന് പറയുന്നത്? 4ന്റെ ക്യൂബാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 4ന്റെ ക്യൂബാണ്. എ ക്യൂബ് എന്ന് പറയുമ്പോൾ എയുടെ ക്യൂബാണ്. മൈനസ് 27 നമുക്കറിയാം 3യുടെ ക്യൂബാണെന്ന്. ബി ക്യൂബ് എന്ന് പറയുമ്പോൾ ബിയുടെ ക്യൂബാണ്. മൈനസ് ഇനി നമ്മളിത് ഇവിടെ നോക്കി എഴുതാവൂ. അപ്പോൾ 3x² ആണ്. അപ്പോൾ 3 ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ 4a ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഇനി അടുത്ത y എന്ന് പറയുന്ന ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള 3b പ്ലസ് അടുത്തത് 3 ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ആരാണ്? 4a ഇൻറ്റു y എന്ന് പറയുന്നത് ആരാണ്? 3b അതിൻ്റെ സ്ക്വയർ. ഓക്കെ, മിസ് എവിടെ നിന്ന് ലൈൻ ഇട്ടോട്ടെ. ഓക്കെ, നമുക്ക് എഴുതാം. ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്? ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണോ? വേണ്ട. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടുള്ളത്? ഈ ഷോർട്ട് ഫോമിലോട്ടാക്കി മാറ്റണം അല്ലേ. എക്സ് മൈനസ് വൈയുടെ ഹോൾ ക്യൂബിലോട്ട്. എക്സിൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? 4a മൈനസ് വൈൻ്റെ പ്ലേസിൽ എന്താ ഉള്ളത്? 3b അതിൻ്റെ ക്യൂബ്. ഓക്കെ, ഇനി എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടുള്ളത്? നമ്മളിത് 3 ടൈംസ് എഴുതണം അല്ലേ. 4a മൈനസ് 3b ഇൻറ്റു 4a മൈനസ് 3b ഇൻറ്റു വീണ്ടും എന്ത് ചെയ്യണം? 4a മൈനസ് 3b. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ക്ലിയർ ആയേ എല്ലാവർക്കും? സോ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ഓക്കെ, അപ്പം ബൈ സ്റ്റുഡൻസ്.